ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. மனிதா கேள் முதல் கோவில் வந்தது மலைந்து ராவண மயங்கினான். இனியும் அப்படி திருவழுத்தரும் கணைகள் நின்றுடபுரியவே ஜனமின்றொழு நிறுவி வாழ்வனது சத்தியம் சௌரியத்தினான். ഹേ രാമ രാഘവ, ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാവരും വന്നിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം. ഇനി ആകാശ യുദ്ധം, പാതാള യുദ്ധം. ഹേ രാമ രാഘവ, ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. നിന്റെ കയ്യിലിരിക്കുന്ന വില്ല് ഞാൻ മുറിക്കുന്നു. ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയായ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു, രാവണവധം ചെയ്യുന്നു, രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മാപ്പൈ. കരത്തിലും രാമാനിൻപേർ, ദിനത്തിലും രാമാനിൻപേർ, മണത്തുളை പീഠമാടി വൽവിனை വാറപോത് കുളത്തുളായി മാറി മാർവാങ്ങിൽ പാദം ഞാൻ പൂർവമേ. ഈ എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. അയോധ്യ രാജൻ ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ദ്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് വേലിക മുഴങ്ങട്ടെ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ. ശ്രീരാമസ്വാമി അയോധ്യ രാജ്യത്തിലെ ഒന്നാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ഭരതൻ രണ്ടാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ മൂന്നാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ നാലാം രാജാവായിരിക്കട്ടെ. ഈ ദേശവാസികളെല്ലാം അയോധ്യ നിവാസികളെ പോലെ സുഖമായി വാഴ്ന്നിരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ. ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കീഴം ധരിപ്പിച്ച് അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ. ഹേ രാമ രാഘവ, 60,000 സംവത്സരം രാജ്യം ഭരിച്ച ദശരഥ മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ. സാക്ഷാൽ നാരായണ സ്വാമി വൈകുണ്ഠത്തിലെ ഇരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ സൂര്യവംശത്തിൽ ഗുരുവായി വന്നത്. നീ വൈകുണ്ഠാധിപതിയാണ്, സാക്ഷാൽ നാരായണ സ്വാമിയുടെ അവതാരമാണ്. നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല. എന്നാലും ലോകത്തിൽ ഗുരുവും ശിഷ്യനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാനിതാ ദക്ഷിണ സ്വീകരിച്ചു കൊള്ളുന്നു. രാമ, നീ സുഖീ ഭവാൻ, ആയുഷ്മാൻ ഭവാൻ, കേട്ടയോ രാഘവ. ഹേ മന്ത്രി സുമന്ദ്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊണ്ട്. ഈ മംഗളനാട്യം തോൽപ്പാവക്കൂത്ത് എന്നിവിടെ അവതരിപ്പിച്ചത് ആണ്ടൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട്
തോൽപ്പാവക്കൂത്തെന്ന ഈ അതിപുരാതനമായ ദൃശ്യകലാരൂപം അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയതിന്റെ സംഘാടകർ, ഇതിന്റെ ഭാരവാഹികൾ, ഈ പാവക്കൂത്ത് കാണാൻ വന്നിരിക്കുന്ന ആണ്ടൂർ ദേശനിവാസികൾ, ശ്രീ ഭഗവാന്റെ ഭക്തജനങ്ങൾ, കൂടാതെ ഇവിടെ ഈ പരിപാടി സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് ഇവിടെ സ്പോൺസർ ചെയ്ത് ആണ്ടൂർ യുവജന സമിതി അവരുടെ ഒരു വലിയൊരു ആഗ്രഹവും കൂട്ടായ്മയുടെ ഭാഗമായി കൊണ്ടാണ് ഈ അതിപുരാതനമായി കലാരൂപം ഇവിടെ അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയത്. ഇതിന്റെ സംഘാടകർ ഈ യുവജന സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ലോകമെങ്ങും അറിയപ്പെടട്ടെ. അതിലെല്ലാ സംഘാടകർക്കും ഈ പാവക്കൂത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല ആസ്വാദകർക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും ഈ ആണ്ടൂർ ക്ഷേത്രം അതിന്റെ ചൈതന്യം എല്ലാ ലോകമെങ്ങും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളം പാടി സമ്മാനം വാങ്ങി അരങ്ങിൽ നിന്നും അണിയറിയിലേക്ക് മടങ്ങിക്കൊള്ളാം. അങ്ങനെ ആവട്ടെ. ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന്റെ ഭാഗമായിക്കൊണ്ട് വളവനാടൻ കാവുകളിൽ ഇപ്പോഴും പൂരമോത്സവത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ആചാര അനുഷ്ഠാന കലാരൂപമായ മനുഷ്യനെന്ന് നെല്ല് കണ്ടുപിടിച്ചു അത്രയും വർഷം പഴക്കമുള്ള ലോകത്തിലെ ആദിമ ദൃശ്യകലാരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയിലെ മുത്തശ്ശി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുവാൻ വേണ്ടി വേദിയൊരുക്കിയതിന്റെ സംഘാടകർ, പ്രത്യേകിച്ച് യുവജന സമിതി, അതിന്റെ ഭാരവാഹികൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആണ്ടൂരിലെ ദേശനിവാസികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് വേദിയിലെ കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടുത്താം. തോൽപ്പാവക്കൂത്തെന്ന ആചാര അനുഷ്ഠാന കലാരൂപം തനിമ ഒട്ടും ചോർന്നു പോകാതെ പുതുമയാർന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന 13ാം തലമുറയിലെ കലാകുടുംബത്തിലെ കലാകാരന്മാർ കൂടിയായ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും എല്ലാം വിവിധ സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും നേടി പാവകളിയെ ജനകീയമാക്കിക്കൊണ്ടിരിക്കുന്ന കലാകുടുംബത്തിലെ കലാകാരനായ ശ്രീ ആദിത്യൻ, അഭിനവ് കൃഷ്ണ, രാജീവ് പുലവൻ 14ാം തലമുറയിലെ കലാകാരന്മാരാണ്. എന്റെ 2 മക്കൾ കൂടിയായ യുവാൻ കൃഷ്ണൻ, ഇഷാൻ കൃഷ്ണൻ, ഞങ്ങളുടെ സാരഥിയും കലാകാരൻ കൂടിയായ ശ്രീ പ്രമോദ്, എന്റെ സഹധർമ്മിണിയും. തോൽപ്പാവക്കൂത്ത് കലാരംഗത്ത് സ്ത്രീ സാന്നിധ്യം ഇല്ല എന്ന് തന്നെ പറയാം. 2022 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാവകളി സംഘം രൂപീകരിക്കുക എന്നത് തോൽപ്പാവക്കൂത്തിന്റെ കുലപതി പത്മശ്രീ രാമചന്ദ്രത്തിലുള്ള ആഗ്രഹമായിരുന്നു. അതിലൂടെ നാം നേടിയെടുത്തതാണ് സ്ത്രീ ശാക്തീകരണ മുന്നേറ്റവുമായി ഈ രംഗത്തേക്ക് എത്തിച്ചേർന്ന കലാകാരിയും ഈ ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് കൂടിയായ ശ്രീമതി അശ്വതി എന്നീ കലാകാരന്മാർക്കൊപ്പം ഈ നാട്ടിൽ പാവക്കൂത്ത് കാണുവാനും അതിന്റെ ആസ്വദിക്കുവാനും ഞങ്ങളോടൊപ്പം വിദേശത്തു നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും എത്തിയ പാവക്കൂത്തിന്റെ ഗവേഷകൻ കൂടിയായ ശ്രീ കൊണാസ്റ്റേ കൂടി ഈ രീതിയിലുണ്ട്. ഇങ്ങനെയുള്ള സംഘമാണ് ഇവിടെ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചത്. ഒരിക്കൽ കൂടി ഇതിന്റെ യുവജന സമിതിക്കും നല്ലവരായ നാട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, മനോഹരമായ ശബ്ദവും വെളിച്ചവും നൽകിയ സൗണ്ട് ഓപ്പറേറ്റർമാർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, സാധാരണ ഇതിന്റെ പിന്നാപ്പുറം വിശ്വമാധവനിലൊക്കെ അഭിനയിച്ച് അതേ മാൻ തന്നെയാണ്. വിശ്വമാധവനിലൊക്കെ കണ്ട അതേ ഇത് പള്ളിച്ചട്ടമ്പി സിനിമയിലൊക്കെ അഭിനയിച്ച ആ പാവ തന്നെയാണ് ഈ കാണുന്ന ഭഗവാൻ ശ്രീരാമസ്വാമിയുടെ പാവ. ഒരു 60-70 വർഷം വരെ പഴക്കമുള്ള മാന്തോല് കൊണ്ടുണ്ടാക്കിയ പാവകളാണ്. 160ഓളം പാവകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ രാമരാവണ യുദ്ധകഥയൊക്കെ അവതരിപ്പിച്ചത്. ഇതിന്റെ പിന്നാപ്പുറങ്ങളൊക്കെ ഒന്ന് കാണുവാനൊരു അവസരമൊക്കെ ഉണ്ട്.
അത് യുവജന സമിതിയും സംഘാടകരും മാത്രം സംബന്ധിക്കുകയാണെങ്കിൽ, കാരണം ഇത് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടുകാരിയും കഥകളി സംഗീതജ്ഞയുമായ ഗീതാരാമോഹന്റെ കച്ചേരി കൂടിയുണ്ട്. അത് നിങ്ങളും പൂർണ്ണമായി ആസ്വദിക്കണം. അത്തരം പരിപാടികൾ കൂടിയുണ്ട്. അതുകൊണ്ട് സംഘാടകർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ഇതിന്റെ പിന്നാപ്പുറങ്ങൾ വന്നുകൊണ്ട് ഒരു അവസരം കൂടി ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.